നമ്മളൊരു സുഹൃത്തിൻ്റെ കയ്പത്തോട്ടാണ്. അപ്പോൾ അത് അവർ വിളവെടുത്ത് കഴിഞ്ഞ് അതിനുശേഷം എല്ലാം ചെറിയ ചെറിയ കയ്പകൾ എടുക്കാൻ വേണ്ടി വന്നാണ്. അത് എടുത്തിട്ട് വേണം കുറച്ച് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ഈറ്റ ചെറിയ സൈസൊക്കെ ശരിക്കും ഒരു 1-2 പ്രാവശ്യം പറിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കുക. പിന്നെ ഇത് എടുക്കൂല. അതുകൊണ്ട് തന്നെ ഈറ്റ ചെറിയ ഐറ്റംസൊക്കെ ശരിക്കും വിഷാംശം തീരെ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ മറ്റേ പാവയ്ക്ക് അടിക്കുന്ന ആൾക്കാരുടെ അടിക്കാത്ത ആൾക്കാർ, ചില ആൾക്കാർ കെണി വെക്കുള്ളൂ. എന്നാലും നല്ലൊരു ഉണ്ടാക്കിയെടുക്കാൻ ശേഷം ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് കയ്പ. പക്ഷെ നല്ല വില കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് ശരിക്കും. എപ്പോഴും ഒരു 50-60 ശരാശരി നമ്മുടെ നാടൻ കയ്പയ്ക്കൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ അവരെ ഒഴിവാക്കിയെടുത്ത് ഞാൻ എടുത്തുകൊണ്ടുവന്ന ലേശം ടൈം കാണാം. നമുക്ക് എല്ലാ കാലം നടക്കൂല. ഇത് ആയി കിട്ടിയാൽ നമുക്ക് ഒരു കൊല്ലത്തേക്കില്ല ആയി കിട്ടും. എന്ന് വെച്ചാൽ വേറൊന്നും നോക്കണ്ട. ഒന്നും ഇല്ലാത്ത സമയത്ത് ഇത് നല്ല പൊരിച്ച് അടിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് പണിയുണ്ട്. ഇത് പല സൈസിൽ ഓരോരോ ആളുകൾ പല സൈസിൽ ഇതിൻ്റെ പരിപാടികളുണ്ട്. ചിലർ പച്ചക്കൻ ഉണക്കുന്നുണ്ട്, പുഴുങ്ങി ഉണക്കുന്നുണ്ട്. നന്നാക്കി ഉണങ്ങണം, അല്ലെങ്കിൽ കേടുവന്നു. ഇപ്പം ഇനി വെയിലായതുകൊണ്ട് പ്രശ്നമല്ല. എന്ന് വെച്ചാൽ നന്നാക്കി നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കും നന്നാക്കി. അപ്പോൾ അത് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു ചെമ്പിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തെ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പും, അത് ചില സ്ഥലത്ത് ഇതേ രീതിയിൽ മാത്രം ഉണക്കരുത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് വാട്ടിയിട്ട് ഉണക്കണം. വാട്ടി ഉണക്കുന്നത് എന്താ വെച്ചാൽ വേഗം ഉണങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പും ഇട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കുറച്ച് സമയം നമ്മൾ വെച്ചത്. ഏതായാലും ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വാട്ടാനൊരു പരിപാടി, നല്ല വേഗം ഉണങ്ങി കിട്ടുള്ളൂ. ഇപ്പം വേനലാണ് പ്രയാസമില്ല, എന്നാലും പരിപാടി വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയത്ത് വെക്കാം കേട്ടോ. എന്താ വെച്ചാൽ അധികം വെച്ചാൽ വെന്ത് പോയാൽ ആകെ കുളമായിപ്പോവും. ഒന്ന് നമ്മൾ ചെറിയൊരു വാട്ടം പിടിക്കാൻ വേണ്ടി മാത്രം എന്നിട്ട് ഊറ്റി എടുക്കുക. അപ്പോൾ ഉപ്പും മഞ്ഞളൊക്കെ ഇതിലിട്ട് പോയി പോകാന്നുള്ളൊരു സംശയം വേണ്ട. എന്ന് വെച്ചാൽ ഉപ്പൊക്കെ അതിൽ പിടിക്കൂ. എന്നിട്ടാണ് നമ്മൾ വാട്ടുക. ഇനി ഒന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി. ഇത് ഈ മഞ്ഞൾപ്പൊടി